ഇവർ കൊട്ടാരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. രാക്ഷസറാണി, രൂപവതി എവിടെ പോയിട്ടുണ്ടാകുമെന്ന് നമുക്കറിയില്ല. നമ്മെ വിശ്വസിച്ചാലും ഇവർക്ക് യാതൊരു അറിവുമില്ല. അവിടുത്തെ പാദങ്ങളിൽ വീഴാം. നമ്മെ വെറുതെ വിട്ടാലും രാക്ഷസറാണി, വെറുതെ വിട്ടാലും അവിടുന്ന്. എങ്കിൽ ആർക്കറിയാം? പറയൂ. എങ്കിൽ ഈ കാര്യം ആർക്കാ അറിയുന്നത്? നിങ്ങളിൽ ആർക്കും അതറിയില്ല. എങ്കിൽ രാജകുമാരി എവിടെ? ഇപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് രാജകുമാരി ഈ കൊട്ടാരം വിട്ട് പുറത്തേക്ക് എവിടെയും പോകില്ലെന്ന്? അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിയേണ്ടതാ. പറയൂ, രാജകുമാരി എവിടെയാണ്? എന്തുപറ്റി? പറയൂ, രാജകുമാരി എവിടെയാണ്? പറഞ്ഞിട്ടെന്താ കാര്യം? അഥവാ രാജകുമാരിയെ ലഭിച്ചു കഴിഞ്ഞാൽ നീ അവളെ വെറുതെ വിടില്ലല്ലോ. നീ അസാധാരണ ശക്തികളുള്ള പിശാചിനിയല്ലേ? എല്ലാം നിനക്കറിയാമല്ലേ? ഇവൾ ഒരിക്കലും നാവടക്കാൻ തയ്യാറാവില്ലല്ലോ. മുഖമിത്രയും ശാന്തമാണെങ്കിലും ശാപവാക്കുകളാണ് പറയുന്നത്. നീ എന്താ പറഞ്ഞത്? നാം പിശാചിനിയാണല്ലേ? നീ പറഞ്ഞത് സത്യമാണ്. നാം പിശാചിനിയാണ്. നമ്മെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നാം നമ്മുടെ രൂപം കാട്ടുന്നതാണ്. രാജകുമാരി എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇനി അഥവാ അതറിയാമെങ്കിൽ പോലും നാം നിന്നോട് പറയില്ല. നമ്മുടെ രൂപവതി എവിടെയാണെങ്കിലും സന്തോഷമായിരുന്നാൽ മതി. രൂപവതി സന്തോഷമായിരുന്നാൽ മതി. അഥവാ സന്തോഷമായിരുന്നാൽ നിങ്ങളിൽ ആർക്കും സന്തോഷമുണ്ടാകാൻ പോകുന്നില്ല. അത് നിനക്കറിയാലോ. പറയൂ, അവൾ എവിടെയാണ്? രാജകുമാരി എവിടെയാണ്? പറയൂ. നിനക്കെന്താ സംഭവിച്ചത്? നീ നമ്മുടെ മകനാണെന്ന് പറയാൻ പോലും നമുക്ക് ലജ്ജ തോന്നുകയാണ്. പ്രതികാരത്തിന്റെ അഗ്നിയിൽ എരിയുന്നതുകൊണ്ട് നിന്റെ മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ എന്ത് തെറ്റാ ചെയ്തത്? ആ പെൺകുട്ടി എന്ത് തെറ്റാ ചെയ്തത്? അവൾ നമ്മളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മളോട് അപരാധം പ്രവർത്തിച്ചത് മഹാരാജൻ വിക്രമദേവനാണ്. അതുപോലെ നിന്റെ പിതാശ്രീ ബന്ദികളോട് പോലും ഒരിക്കലും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പുത്രിക്ക് ശിക്ഷ നൽകണമെന്ന് നിന്നെ ആരാണ് പഠിപ്പിച്ചത് ദേവദത്ത? പറയൂ. നിശബ്ദത പാലിക്കാതെ നമ്മോട് പറയൂ. മാതേ